الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഠിനമായ വേനൽ ചൂടിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കും കുളിര് പകരുന്ന വിധം റബ്ബ് മഴ വർഷിപ്പിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സൂറത്ത് ഫുർഖാനിൽ അള്ളാഹുവിന്റെ പ്രിയദാസന്മാരെ കുറിച്ച്, അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഏതാനും ആയത്തുകളിലൂടെ. അള്ളാഹു നമ്മെയും അവന്റെ പ്രിയദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഗുണഗണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സമാപിപ്പിക്കുന്ന ആയത്ത് വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്തതികളിലും കണ്ണിന് കുളിർമ നൽകുന്ന വിധം നീയാക്കി തരണമേ. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിന്റെ പ്രിയദാസന്മാർ എന്നാണ് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. അധിക പേരും പ്രാർത്ഥിക്കുന്നവരുമാണ്. ഇണകളിലൂടെ ആനന്ദവും സന്തോഷവും കണ്ടെത്താൻ ആഗ്രഹിക്കാത്ത ഭർത്താക്കന്മാരുണ്ടാകുമോ? മക്കളിലൂടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന, ആനന്ദം നൽകുന്ന അവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകുമോ? ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതും. പക്ഷേ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ?
സത്യസന്ധമായിട്ടാണോ പ്രാർത്ഥിച്ചത് എന്ന്. എൻ്റെ ഇണകളിൽ, എൻ്റെ സന്തതികളിൽ കണ്ണിന് കുളിർമയുണ്ടാവണമേ എന്ന് റബ്ബിനോട് തേടുമ്പോൾ ആ തേട്ടത്തിനനുസരിച്ച് എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്? എൻ്റെ ഇണയെ സംബന്ധിച്ച് ആനന്ദം പകരാവുന്ന, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആണ് പ്രാർത്ഥിക്കുമ്പോൾ അത് ഭാര്യയെ കുറിച്ചാണ്, പെണ്ണ് പ്രാർത്ഥിക്കുമ്പോൾ അത് ഭർത്താവിനെ കുറിച്ചാണ്, മക്കളെ കുറിച്ചാവുമ്പോൾ മാതാപിതാക്കളാണ്. ആ പ്രാർത്ഥനക്കനുസൃതമായി എന്ത് അധ്വാനമാണ്, എന്ത് പ്രവൃത്തിയാണ് മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? ഇത് വെക്കേഷൻ കാലം, മിക്കവാറും ഫൈനൽ പരീക്ഷകൾ അവസാനിച്ച കാലം. ഇനി അടുത്ത ഉപരിപഠനത്തിന് ഏറ്റവും ഉചിതമായ കോഴ്സ് എന്ത് എന്ന് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. അതിന് പറ്റുന്ന സ്ഥാപനം എവിടെയാണ്, അതിന്റെ പ്രവേശനത്തിന് സാധ്യമാകുന്ന സൗകര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുകയാണ് മാതാപിതാക്കൾ. മക്കളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്. അത് ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, ആ മക്കളോടുള്ള സ്നേഹം നിമിത്തം ഏറ്റവും നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നല്ല തൊഴിൽ ലഭിക്കാവുന്ന കോഴ്സുകൾ അന്വേഷിക്കുന്നു. മക്കളെ ഭാവി നന്നാവണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ്. നല്ല കാര്യമാണത്. പക്ഷേ ഭാവിയെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണ നമുക്കില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഭാവി എവിടം വരെയാ? ഭാവി നന്നാവാനേ, മക്കളുടെ നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം ഒക്കെ കിട്ടുക, അത് ഈ ദുനിയാവിൽ അവസാനിക്കുന്ന ഭാവിയാണ് അധിക രക്ഷിതാക്കളുടെ മുമ്പിലും മക്കളുടെ ഭാവി. സത്യവിശ്വാസിക്ക്, അള്ളാഹുവിന്റെ പ്രിയദാസന് ഭാവി തുടങ്ങുന്നേയുള്ളൂ. അള്ളാഹുവിന്റെ പ്രിയദാസന്മാർക്ക് ഭാവി തുടങ്ങുന്നേയുള്ളൂ. അത് മരണശേഷമാണ് സാക്ഷാൽ ഭാവി. ആ ഭാവി സമാധാനമുള്ളതായി തീരാൻ, ആ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് കോഴ്സാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവരെ? സങ്കടം തോന്നുന്ന കാഴ്ചയാണ്. ആ മക്കൾക്ക് ദീനിനെ സംബന്ധിച്ച് അടിസ്ഥാന വിദ്യാഭ്യാസം, റബ്ബിനെ കുറിച്ച് ഒന്നും അറിയില്ല, പരലോകത്തെ കുറിച്ച് കെട്ടുകഥകളാണെന്ന് കരുതുന്ന, സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് ഏതോ കെട്ടുകഥകളാണ് എന്ന് ധരിക്കുന്ന വിധത്തിലാണ് നമ്മുടെ പെൺമക്കളും ആൺമക്കളും വളർന്നു വരുന്നത്. മാതാപിതാക്കൾ ആര്, അവരോടുള്ള പെരുമാറ്റം എങ്ങനെ? വീട്ടിൽ പിന്നെയും വൃദ്ധന്മാര്, വല്യപ്പയും വല്യമ്മയായിട്ട് വയസ്സന്മാരുമുണ്ടല്ലോ, അവരോടെങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ കുടുംബങ്ങളിലെ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്ത തലമുറ വളർന്നു വരുമ്പോൾ, മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ മറന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ പല മാതാപിതാക്കളും കണ്ണീര് കുടിക്കുകയാണ്. മകന്റെ പേരിൽ, മകളുടെ പേരിൽ, പേരമക്കളുടെ പേരിൽ. അവര് ആരും കുറ്റപ്പെടുത്തണ്ടെന്ന്, സ്വന്തം കുറ്റപ്പെടുത്താൻ മതി ഞാൻ പറയാം. സ്വയം നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്തിരുന്നില്ല. നിങ്ങളുടെ മക്കൾക്കും പേരമക്കൾക്കും അള്ളാഹുവിനെ സംബന്ധിച്ച, പരലോകത്തെ സംബന്ധിച്ച, ദീനി നിശ്ചയെ സംബന്ധിച്ച യാതൊരു പഠനവും കൊടുക്കാതെ അവരുടെ ഭൗതിക കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തി, ശ്രദ്ധ പുലർത്തി. ഭൗതികമായിട്ട് നന്നായി പഠിച്ചോട്ടെ. എങ്ങനെ പഠിച്ചാലും അങ്ങനെ പഠിച്ചുയരുന്ന ഏത് കോഴ്സിലെത്തുന്നവനും ഏത് തൊഴിലിലെത്തുന്നവനും മുസ്ലിമായി ജീവിക്കണ്ടേ. ഡോക്ടർ ആയിക്കോട്ടെ, മുസ്ലിം ഡോക്ടർ ആവണ്ടേ. എഞ്ചിനീയർ ആയിക്കോട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന എഞ്ചിനീയർ ആവണ്ടേ.
അതെല്ലാവർക്കും സമല്ലേ. മുസ്ലിം ആവുക എന്നത് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും, ജോലിയുള്ളവർക്കും ജോലി ഇല്ലാത്തവർക്കും, ആണിനും പെണ്ണിനും, സമ്പന്നനും ദരിദ്രനും, മുതലാളിക്കും തൊഴിലാളിക്കും, അവരൊക്കെ മുസ്ലിങ്ങളായി ജീവിക്കണ്ടേ? അപ്പൊ എല്ലാവർക്കും വേണ്ട വിജ്ഞാനം ലഭിക്കേണ്ടതില്ലേ? അതിനുവേണ്ടി എന്ത് ശ്രദ്ധയാണ്, എന്ത് പ്രവൃത്തിയാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? അതിന്റെ ഒന്നാമത്തെ നഷ്ടം ഇവിടെ വെച്ച് തന്നെ സ്വന്തം മാതാപിതാക്കൾക്ക്, സ്വന്തം വല്യപ്പാക്കും വല്യമാക്കും അള്ളാഹ് പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, നീ മാറ്റില്ല. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായത്തേട്ടം നടത്തുക എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം ആദ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നും. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായ? അള്ളാനെ മാത്രം ആരാധിക്കുക എന്ന് കഴിഞ്ഞിട്ട് കുറെ ദീനീ കാര്യങ്ങൾ ഉണ്ടല്ലോ നമ്മൾ പ്രധാനപ്പെട്ടത് പഠിച്ചത്. അതല്ല ചേർത്ത് പറയുന്നത്. അല്ലാഹ് നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി വർത്തിക്കണമെന്നും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, മാറ്റമില്ല. പഠിച്ച മോനായാലും പഠിക്കാത്ത മോനായാലും, മോളായാലും മരുമോളായാലും മരുമോനായാലും മാറ്റില്ല. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ആ മാതാപിതാക്കളിൽ വൃദ്ധരായിക്കൊണ്ട് രണ്ടുപേരോ അല്ലെങ്കിൽ ഒരാളോ നിന്റെ അടുക്കലുണ്ടായാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, എന്ന് പോലും മാതാപിതാക്കളോട് പറയരുത്. അനിഷ്ടകരമായ ശൈലിയിൽ വർത്തമാനം പറയരുത്. അറബി ഭാഷയിൽ ഉഫിൻ എന്ന് പറയുമ്പോൾ മലയാളികളായ നമുക്ക് അതെങ്ങനെ ചേ എന്നൊക്കെ അതിന്റെ അർത്ഥം. അവരെ അപമാനിക്കുന്ന ശൈലിയിൽ ഒരു പദം പോലും ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ തന്നെ വലാ തൻഹറുഹുമാ, കയർത്ത് സംസാരിക്കരുത്. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫാ, ഏറ്റവും നല്ല മാന്യമായ വാക്കേ മാതാപിതാക്കളോട് പറയരുത്. ഇന്ന് അധിക വാപ്പമാരോട് ഉമ്മമാരോട് ചോദിക്കും, UP ക്ലാസ്സിൽ പഠിക്കുന്ന മോളും മോനും വരെ വളരെ കയർത്താണ് പോടും സംസാരിക്കുന്നത്. ഹൈസ്കൂളിലെത്തുമ്പോ പറയാനില്ല. അതും കഴിഞ്ഞാൽ പിന്നെ ഉമ്മായിട്ടും വാപ്പായിട്ടും അധികം വർത്താനവും ഇല്ല. ഇത് മക്കളെ നമ്മൾ പഠിപ്പിച്ചിരുന്നോ എന്നതാണ് വിഷയം. അതിന്റെ ആദ്യത്തെ ദോഷം നമുക്ക് തന്നെ തിരിച്ചടിയാവുന്നു. ദുനിയാവിൽ വെച്ച് പരലോകത്തെ വേറെ വരാനുണ്ട്, പരലോകത്തെ വേറെ വരാനുണ്ട്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ പല മാതാപിതാക്കളും കണ്ണീര് കുടിക്കുന്നുവെങ്കിൽ മകന്റെ പേരിൽ, മകളുടെ പേരിൽ, അതിന്റെ ഒന്നാം പ്രതി അവര് തന്നെയാണ്. ആ ഉപ്പയും ഉമ്മയും തന്നെയാണ്. സ്നേഹിച്ചിരുന്നു. ദുനിയാവിൽ വേണ്ട എല്ലാം അവരാഗ്രഹമനുസരിച്ച് ചെയ്തു കൊടുത്തു. എന്റെ മകളുടെ വളർച്ച, എന്റെ മകന്റെ വളർച്ച, അവന്റെ കൂട്ടുകെട്ട്, മകളുടെ കൂട്ടുകാരികൾ, കൂട്ടുകാരന്മാർ ആര് എന്ന്, എങ്ങനെ, അവന്റെ ദീനി നിഷ്ഠ, നിസ്കാരമുണ്ടോ ഇല്ലേ എന്നൊന്നും ഒരു ഉപ്പയും ഉമ്മയും ശ്രദ്ധിച്ചേയില്ല. അപ്പൊ ആരെ കുറ്റം പറയാ? ഒരു ദീനീ വിദ്യാഭ്യാസവും നമ്മൾ കൊടുത്തില്ല. കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ, കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, നീ ആരെ കൂട്ടുകാരനായി സ്വീകരിക്കുന്നുവോ നീ അവന്റെ ദീനിലാണ്, ആ കൂട്ടുകാരന്റെ ദീനിലാണ്. വെറുതെ പറഞ്ഞാലോ, വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ള പറയുന്നത്. നീ എന്റെ കൂട്ടുകാരനല്ലേ? നമ്മളെ മക്കളെ കൂട്ടുകാരാരാ? നമ്മളെ മക്കളുടെ കൂട്ടുകാരാരാണ് പ്രിയപ്പെട്ടവരെ? ദീനുള്ളവരോ ദീനില്ലാത്തവരോ, ശിർക്ക് ബിദഅത്തുള്ളവരോ അല്ലാത്തവരോ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരോ, കള്ളു കുടിക്കുന്നവരോ,
എന്റെ മോൻ കുടിക്കൂല. കുടിക്കുന്നവരെ കൂടെ ചെന്നിരിക്കും. എന്റെ മോൻ കുടിക്കൂല, കുടിക്കുന്നവരെ. എന്റെ മോൻ ഡ്രഗ്സ് ഉപയോഗിക്കൂല, ഡ്രഗ്സ് ഉപയോഗിച്ചവരാണ് അവന്റെ കൂട്ടുകാർ മുഴുവൻ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിന്റെ കൂട്ടുകാരൻ ആരാണോ, നീ ആരെയാണോ കൂട്ടുകാരനായി സ്വീകരിച്ചത്, നീ അവന്റെ മതത്തിലാണ്. അവന് മതമില്ലെങ്കിൽ നീ മതമില്ലാത്ത ആളാണ്. അവന് മതം, എല്ലാ കൂട്ടുകാർക്കും മതം ഉണ്ടാവണമെന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ ഉള്ള മതക്കാര് മതം തന്നെ ഇല്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്. നിരീശ്വര നിർബന്ധ പ്രസ്ഥാനങ്ങളിലേക്ക് പോയ ചെറുപ്പക്കാര് അവരാണോ നിന്റെ കൂട്ടുകാര്? അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ കാണണ്ടേ, നമ്മളിവിടെ വരുന്നവരുടെ മക്കളും പേരമക്കളൊക്കെ എവിടെ? അവരെവിടെ? വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. വെക്കേഷൻ അല്ലേ, സ്കൂളും കോളേജും ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അവരെവിടെ പോയി? പള്ളി പോകുന്നില്ലേ? പോകുന്നുണ്ടെങ്കിൽ എവിടെയാണത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. പല രക്ഷിതാക്കൾക്കും പറയാനുള്ളത്, ഞാൻ വിളിച്ചു, അവനക്ക് ഈ ശിർക്ക് വിധത്തൊന്നും വിശ്വാസമില്ല, ഇങ്ങോട്ട് വിളിച്ചു, പക്ഷെ അവന്റെ കൂട്ടുകാരൊക്കെ അവിടെ പോണേ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അവന്റെ കൂട്ടുകാർ പോകുന്ന അവിടെയാ. ആ കൂട്ടുകാരുടെ കോലമാണ് ഞാൻ പറഞ്ഞത്. ശിർക്കിൽ അടിപ്പെട്ടവർ, ബിദ്അത്തിൽ അടിപ്പെട്ടവർ, ദീനില്ലാത്തവർ, മയക്കുമരുന്നിന് അടിമകൾ, മദ്യത്തിനടിമകൾ, തോന്നിവാസങ്ങളുടെ ജീവിതം നയിക്കുന്നവർ, അവരാണോ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ? നല്ലൊരു കൂട്ടുകാരെ പറ്റി അല്ലാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ആ കൂട്ടുകാർ നമുക്ക് വേണ്ടേ? പ്രിയപ്പെട്ടവരെ, അല്ലാഹ് വാഗ്ദാനം ചെയ്ത കൂട്ടുകാരുണ്ടല്ലോ. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സദ്ദീഖീൻ വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ദീനീ നിഷ്ഠയോടുകൂടി ആരും ജീവിക്കുന്നുവോ, നാളെ പരലോകത്തവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ആയിരിക്കും. അള്ളാഹ് അനുഗ്രഹിച്ച് ഇവിടെ അള്ളാഹിനെയും റസൂലിനെയും വഴിപ്പെട്ട് അവരുടെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവര് അള്ളാഹ് അനുഗ്രഹിച്ചവിടെ കൂടിയായിരിക്കും. അള്ളാഹ് തന്നെ വിശദീകരിക്കുന്നു, മിനൻ നബിയ്യീൻ, അമ്പിയാക്കൾ, വസ്സുദ്ദീഖീൻ, അമ്പിയാക്കളെ സത്യപ്പെടുത്തി കൂടെ നിന്നവർ, വശ്ശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികൾ, വസ്വാലിഹീൻ, സജ്ജനങ്ങൾ. എന്നിട്ടൊരു ചോദ്യം, അല്ലാഹ് വഹസുന ഉലൈക റഫീഖ, അവരെക്കാൾ നല്ല ഉത്തമരായ കൂട്ടുകാർ വേറെ ആരാണുള്ളത്? അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. പ്രിയപ്പെട്ടവരെ, ആ സിദ്ദീഖീങ്ങൾ, അള്ളാഹ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി ജീവന അവഗണിച്ചുകൊണ്ട് അടരാടി മരിച്ച ശുഹദാക്കന്മാർ, അവരായിരിക്കും സ്വർഗത്തിൽ അവരുടെ കൂട്ടുകാർ. വഹസുന ഉലൈക റഫീഖ, കൂട്ടുകൂടാൻ ഉത്തമൻ അവരല്ലേ എന്ന് അല്ലാഹ് ചോദിക്കുക. അപ്പൊ നമ്മളെ മക്കള് പറയാ, വേണ്ട, നബിമാരെ കൂടെ ഞങ്ങൾക്ക് കൂടണ്ട, ശുഹദാക്കന്മാരുടെ കൂടെ കൂടണ്ട, സാലിഹ്യങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് കള്ളുകുടിയന്മാര് മതി, പെണ്ണുപിടിയന്മാര് മതി, മയക്കുമരുന്നിന്റെ അടിമകൾ മതി, ശിർക്കിന്റെ വൈതാളികർ മതി. അള്ളാഹിനെയും ദീനിനെയും നിഷേധിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആളുകൾ മതി. ഇനിയിപ്പോ ആരെ കുറിച്ചാ നമുക്ക് പരാതി? നിങ്ങൾ എന്തേ ചെയ്തത്? എപ്പോഴാ ഉപദേശിക്കാൻ തുടങ്ങിയത്? വലുതായിട്ട് കയ്യിൽ കിട്ടൂല എന്ന് കണ്ടപ്പോഴോ? നിങ്ങൾ മകളാവട്ടെ മകനാവട്ടെ വളരെ ചെറുപ്പത്തിലെ അവരെ ദീനീ മാർഗത്തിൽ, അതിന് വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് ആ പ്രാർത്ഥനയിലുണ്ടല്ലോ, ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് മാതൃകയാക്കണം. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയാ. നമ്മുടെ മക്കളുടെ മുമ്പിൽ മാതൃകയായി ജീവിക്കാൻ ഉമ്മാക്കും ഉപ്പാക്കും കഴിയണം. മുത്തഖീങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിക്കണം, റബ്ബിനോട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്നതാണ്. അല്ലാഹ് പറയുന്നൊക്കെ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ,
മനുഷ്യനെ നാം വസിയത്ത് നൽകിയിരിക്കുന്നു ബിവാലിദൈഹി ഇഹ്സാന, ഉപദേശിക്കുന്നു എന്നല്ലട്ടാ, വസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹ് കട്ടി കൂടും. സാധാരണ ഉപദേശത്താൽ കട്ടി കൂടുമല്ലോ, വസിയത്താണെന്ന് പറയുമ്പോ അള്ള വസിയത്ത് ചെയ്തുക എന്ത്? മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന്. ഹമലത്തുഹു ഉമ്മുഹു കുർഅൻ, വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചത്. വവളഅതു കുർഹ, പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് പ്രസവിച്ചത്. വഹംലുഹു വഫിസാലു സലാസൂന ശഹ്റ, അവന്റെ ഗർഭധാരണ കാലവും അതുപോലെ മുലയൂട്ടൽ അവസാനിക്കുന്ന കാലവും കൂടി സലാസൂന ശഹ്റ, 30 മാസമാണ്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ ആ കുട്ടി പ്രസവിച്ചു, ശിശു വളർന്നു, ബാലനായി, കൗമാരം വിട്ടു യൗവനമായി. അങ്ങനെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, തന്റെ ഇടം എത്തിക്കഴിഞ്ഞു. തന്റെ ഇടം 20, 18 അല്ല, വബല 40 സന, അല്ലാഹു പറയാ 40 വയസ്സെത്തിയപ്പോൾ എന്താ പക്വത പരിപൂർണമായി. ചെറുപ്പത്തിന്റെ എന്താ പറയാ, നമ്മള് എടുത്തു ചാട്ടവും അതുപോലെ എന്താ പറയാലോ ചോരത്തിളപ്പും ഒക്കെ അവസാനിച്ചു. 40 വയസ്സായി. അവനും മക്കളായിട്ടുണ്ടാവും 40 വയസ്സ്. 40 വയസ്സായി. കാല, അപ്പോൾ അവൻ റബ്ബിനോട് പറയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. 40 വയസ്സായപ്പോ അവന്റെ മക്കളുണ്ട്. ആ മക്കൾ എന്നോട് പെരുമാറുന്ന എങ്ങനെയാണെന്ന് ബോധ്യം വരുന്നു. ആ മക്കളെ പുലർത്താൻ എത്രമാത്രം കഷ്ടപ്പാട് അവൻ അനുഭവിച്ചു എന്ന് ബോധ്യം വരുമ്പോ, ഇത്രയും സൗകര്യമില്ലാത്ത കാലത്താണല്ലോ എന്റെ ഉമ്മയും ഉപ്പയും എന്നെ വളർത്തിയത്, എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. വണ്ടിയില്ലാത്ത, നല്ല വീടില്ലാത്ത, ആവശ്യത്തിന് ഭക്ഷണമില്ലാത്ത, ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത കാലത്ത് ഇന്ന് എന്റെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ ഞാൻ എത്രമാത്രം പാടുപെടുന്നു എങ്കിൽ എന്റെ ഉപ്പയും ഉമ്മയും എനിക്ക് വേണ്ടി എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. അതാ അല്ല 40 വയസ്സെന്ന് പറയാം. 20 വയസ്സിൽ 25-ലൊക്കെ നല്ല തന്റെ അടക്കം വരും. പക്ഷെ പക്വത, എടുത്തുചാട്ടം നിന്ന് വിവേകത്തോടെ ആലോചിക്കാവുന്ന പ്രായമെത്തുമ്പോ അവൻ പറയാണ്, റബ്ബേ എനിക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ കാണിക്കാൻ, നന്ദി കാണിക്കാൻ റബ്ബേ നീ എനിക്ക് പ്രചോദനം നൽകണമേ. അതുപോലെ തന്നെ വഅലാ വാലിദയ്യ, ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, റബ്ബേ നീ എന്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹം ചെയ്തതിനും ഞാൻ നിനക്ക് ശുക്ർ കാണിക്കാൻ. ശ്രദ്ധിച്ചില്ലേ നിങ്ങളെ? എനിക്ക് ചെയ്ത അനുഗ്രഹത്തിനും റബ്ബേ നീ എന്റെ മാതാപിതാക്കൾക്ക് ചെയ്ത അനുഗ്രഹത്തിനും ഞാൻ തന്നെ നിന്നോട് ശുക്ർ കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ റബ്ബേ. റബ്ബേ നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണമേ. വാസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എന്റെ സന്താനങ്ങളുടെ കാര്യത്തിൽ നീ നന്മ വരുത്തണമേ. ഇന്നീ തുബ്തു ഇലൈക, റബ്ബേ ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. ഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാകുന്നു റബ്ബേ. എത്ര കഷ്ടപ്പെട്ടാലും മാതാവിനെയും പിതാവിനെയും പരിചരിക്കാനും ഏർപ്പെട്ടാലും അബദ്ധങ്ങൾ സംഭവിക്കാം. ഇന്നീ തുബ്തു ഇലൈക റബ്ബേ, പശ്ചാത്തപിക്കുന്നു. വളരെ ശ്രദ്ധയോടെ വയസ്സായി വരുന്നവരും വാശിയും ദുർവാശിയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോടുള്ള പെരുമാറ്റത്തിൽ പരുഷമായ രീതിയിൽ എന്തെങ്കിലും നമ്മളിൽ നിന്ന് വന്നേക്കാം. മനസ്സിലില്ലെങ്കിൽ പോലും പ്രത്യക്ഷമായി വാക്കുകൊണ്ട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടാവാം. അതിൽ വന്ന വീഴ്ചകൾ റബ്ബേ ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു. വൈനീ മിനൽ മുസ്ലിമീൻ, ഇത് റബ്ബിനെ ഭയപ്പെടുന്ന മകന്റെ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. ഇത് മാതാപിതാക്കൾ ദുനിയാവിലും ആഖിറത്തിലും എന്റെ രക്ഷയുടെ മാനദണ്ഡമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വൃദ്ധനായ ഉപ്പയോ ഉമ്മയോ കൂടെ ഉണ്ടായിട്ടും, ആ വാക്കിന്റെ ഗൗരവം നോക്കിയാ, വൃദ്ധനായ ഉപ്പയോ ഉമ്മയോ കൂടെ ഉണ്ടായിട്ടും സ്വർഗം കിട്ടാതെ പോയവനേക്കാൾ വലിയ നിർഭാഗ്യവാൻ മറ്റാരുമില്ല. സ്വർഗം കിട്ടാതെ മതിയാവുന്നു. ഇത് പഠിച്ചിട്ടുണ്ടാ നമ്മുടെ മക്കൾ? കയർത്തു പോലും സംസാരിക്കാൻ പാടില്ല. ഉമ്മ ഉപ്പ അങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് കൂട്ടുകാരന്റെ കൂടെ ഓടുന്നു.
ഉപദേശം തേടുന്നു ഉപ്പയോടോ ഉമ്മയോടോ അല്ല. ഭാരമായി തോന്നുന്നു, ഉപ്പയും ഉമ്മയും ഭാരമായി തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, വയസ്സായ വല്യപ്പ വല്യമ്മ അതിനേക്കാൾ ഭാരം. കൂട്ടുകാരോട് തന്റെ വല്യപ്പയാണെന്ന് പറയാൻ ലജ്ജയാകുന്നു പല മക്കൾക്കും. അതിലെ ഒക്കെ ഒന്നാം പ്രതി നമ്മളാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ദീൻ ഔപചാരികമല്ലാത്ത ദീൻ പഠനത്തിനും നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇപ്പൊ നമ്മളെ കുത്തുബകളൊക്കെ ഒരു ദീൻ പഠനമാണ്. ചില പള്ളിയിൽ പോയിട്ട് ഒന്നും കേൾക്കാതെ അങ്ങോട്ട് പോരുകയാണ്. ദീനാണ്. നിങ്ങൾ ഖുർആനാണ് കേൾക്കുന്നത്, ഹദീസും ഖുർആനും മാത്രമേ മെമ്പർ ചെയ്ത് നിങ്ങൾ കേൾക്കുന്നുള്ളൂ. ആ ദീൻ പഠനത്തിന് പോലും അതൊരു കോഴ്സൊന്നല്ലല്ലോ, നിർബന്ധമല്ലേ എല്ലാ വിശ്വാസികളും. അതിന് പോലും എൻ്റെ മകൻ, എൻ്റെ അനുജൻ, അല്ലെങ്കിൽ എൻ്റെ കീഴിൽ ഉള്ള വീട്ടിലുള്ള അംഗങ്ങൾ അത് കേൾക്കണം എന്ന് പോലും രക്ഷിതാക്കൾക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലം വൃദ്ധജനങ്ങളെ, സ്വന്തം മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന കാലമാണ്. വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വൃദ്ധസദനങ്ങൾ ഏതൊരു സ്ഥാപനവും നാട്ടിലുണ്ടായാൽ അത് പുരോഗതിയാണ്. എന്നാൽ വൃദ്ധസദനങ്ങളുടെ വർധനവ് പുരോഗതിയല്ല, അധോഗതിയാണ് കാണിക്കുന്നത്. നാടിന്റെ അധോഗതിയാണ് വൃദ്ധസദനങ്ങൾ. സംരക്ഷിക്കാൻ 4ഉം 5ഉം മക്കളുണ്ടായിട്ട് സംരക്ഷിക്കാൻ തയ്യാറാവാതെ സമൂഹത്തിന്റെ ബാധ്യതയാക്കി വൃദ്ധസദനങ്ങളിൽ തള്ളുന്ന, അമ്പലത്തിൽ തൊഴാൻ പോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആൾക്കൂട്ടത്തിൽ ഇട്ടിട്ട് തള്ളനിട്ടിട്ട് പോകുന്ന മക്കൾ, ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവരോടാണ് റബ്ബിന്റെ കൽപ്പന. മാതാപിതാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാനെ സൂക്ഷിച്ചോളണം. ഇവിടെ നിന്ന് തന്നെ അള്ള പിടിക്കുന്ന പരലോകത്തെ ശിക്ഷ അതികഠിന. ദുനിയാവീന്ന് പിടിക്കുന്ന ഉപ്പോടും മോടും മോശമായി പെരുമാറിയ മക്കളെ നമ്മുടെ മക്കൾ അത് കേട്ടിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അവർ മരിച്ചു പോയാലും അവരോടുള്ള സ്നേഹം നിലനിർത്തണം. നിങ്ങൾക്കറിയോ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹാബിമാരിൽ പണ്ഡിതൻ, മുതിർന്ന സഹാബിമാര് പോലും ദീൻ പഠിക്കാൻ സമീപിക്കുന്ന, റസൂലിന്റെ കാലത്ത് ചെറുപ്പക്കാരനായിരുന്ന സഹാബിയാണ് ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സഹാബിമാര് പോലും ദീൻ പഠിക്കാൻ വരുമ്പോ, പ്രിയപ്പെട്ടവരെ, താബീങ്ങളുടെ കാര്യം പറയാനുണ്ടോ? താബീങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എവിടെ പോയാലും കൂടെ കൂടുകയും ഒരു ഹദീസെങ്കിലും കിട്ടുമെങ്കിൽ റസൂലിൽ നിന്നുള്ള എന്തെങ്കിലും കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്നാലും കൂടും. അങ്ങനെയുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാത്ര സഞ്ചരിക്കുക വാഹനത്തിലെ. കൂടെ കുറച്ച് ആളുകൾ ഇതുപോലെ എവിടെ പോകുമ്പോഴും കൂടെ കുറച്ച് ആളുകൾ കൂടും. അപ്പോഴാണ് വഴിയിൽ ഒരു വൃദ്ധനെ കണ്ടു. ഒരു ഗ്രാമീണൻ, സംസ്കാരമില്ല, ഗ്രാമീണനായ ഒരു കാട്ടറബി, ഏതോ ഗോത്രക്കാരൻ. ഉടനെ ഉമർ ഖത്താബ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാഹനം നിർത്തി അതിൽ നിന്ന് ഇറങ്ങി ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹത്തിന് സലാം ചൊല്ലി കൈ കൊടുത്തു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് താൻ കയറിയ വാഹനത്തിലിരുത്തി തന്റെ തലപ്പാ വഴിച്ച് ആ വൃദ്ധനെ അണിയിച്ചു. കൂടുതൽ അവർക്ക് തീരെ മനസ്സിലായില്ല. അങ്ങനെ ആ വൃദ്ധനെ ഉദ്ദേശിച്ചെടുത്ത് ഇറക്കി വിട്ടതിന് ശേഷം കൂടുതലുള്ളവർ ചോദിച്ചു, ആ പാവം മനുഷ്യൻ എന്തെങ്കിലും കൊടുത്താൽ തന്നെ അദ്ദേഹം തൃപ്തിയാവില്ല, പിന്നെ എന്തിന് താങ്കളുടെ വാഹനത്തിൽ കയറ്റി താങ്കളുടെ തലപ്പാ വഴിച്ച് അദ്ദേഹത്തിന് വെച്ചു കൊടുത്തത്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും പിതാവിന്റെ സുഹൃത്തിനെ ആദരിച്ചാൽ അത് പിതാവിനോടുള്ള ആദരവാണ്. ആ മനുഷ്യൻ എന്റെ വാപ്പ ഉമറിന്റെ കൂട്ടുകാരനായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ കൂട്ടുകാരനല്ല, എന്റെ പിതാവിന്റെ കൂട്ടുകാരനായിരുന്നു. ആ പിതാവിന്റെ കൂട്ടുകാരനെ ആദരിച്ചാൽ ആ ആദരവ് മരിച്ചുപോയ വാപ്പിയോടുള്ള ആദരവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിന് ദീൻ പഠിക്കണം. മദ്രസയിൽ 5 വരെ പോയി 6 വരെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും. ദീൻ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല.
മുതിർന്നിട്ട് വേണം പഠിക്കാൻ. തൻ്റെ ഇടത്തിയിട്ട് പഠിക്കണം. 10, 12, 15 വയസ്സ് കഴിഞ്ഞിട്ട് വേണം ദീൻ പഠിക്കാൻ. മറ്റേതൊക്കെ വെറുതെ ഇങ്ങനെ കുട്ടികളുടെ ഒരു രീതിയിൽ ഇങ്ങനെ കാര്യം ഗ്രഹിക്കാൻ പ്രായമായപ്പോഴും ദീനായിട്ട് ബന്ധമില്ലാതായി. അതുകൊണ്ട് ദീനീ പഠനത്തിന്റെ കാര്യം കൂടി നിങ്ങൾ ഗൗനിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയും ഇണകളെയും രണ്ട് ലോകത്തും കണ്ണിനും കുളിർമ നൽകുന്ന വിധം ആക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله وإياي بتقوى الله. ഇതന്നെ നമുക്കൊരു കണ്ടില്ല, ഒരു സൂക്ഷ്മതയില്ല. മുന്നിൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നിട്ട് നമുക്കൊരു പ്രശ്നം തോന്നുന്നില്ല. എല്ലാവർക്കും ഒരു മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്താണ് സഫ് ശരിയായിട്ട് ഇരിക്കുകയെന്ന്. പട്ടാളച്ചിട്ടയേക്കാൾ കടുപ്പമാണത്. വിദേശികളെ സായിപ്പന്മാര് അന്തം വിട്ടുപോയി. മുസ്ലിങ്ങളെ നിസ്കാരം കണ്ടിട്ടേ ഒരു വിസിലില്ല, ലെഫ്റ്റ് റൈറ്റ് ഒന്നും പറയാണ്ട് ഇക്കാമത്ത് അങ്ങോട്ട് കൊടുത്തപ്പ വരി തെറ്റാണ്ട് ഇങ്ങനെ പട്ടാളത്തിൽ പോലും അവര് കണ്ടിട്ടില്ല ഇത്ര കൃത്യനിഷ്ഠ. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്താണത്. അതുകൊണ്ട് ആദ്യം വരുമ്പോ എവിടെയാണ് മുന്നിലൊഴിവ് അവിടെ ഫില്ല് ചെയ്ത് ഇരിക്കണം, ഓർക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു മകനെ പറ്റി അള്ള പറഞ്ഞല്ലോ. ആ മകനെ പറ്റി അള്ള പറയാ, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു വനതസാവദു അൻ സയ്യിആതിഹിം ഫീ അസ്ഹാബിൽ ജന്ന. ഇങ്ങനെ മാതാപിതാക്കളോട് നന്നായി പെരുമാറുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടല്ലോ, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, ആ മക്കൾ ചെയ്ത സൽപ്രവർത്തനങ്ങളെ നാം സ്വീകരിക്കും. വനതജാവസു അൻ സയ്യിആതിഹിം ഫീ അസ്ഹാബിൽ ജന്ന, അവർ ചെയ്തു പോയ കുറ്റങ്ങളെ നാം പുറത്തു കൊടുക്കും, എന്നിട്ട് അവരെ സ്വർഗവാസികൾ ഉൾപ്പെടുത്തും. വഅദസ്സുദിഖി, അല്ലാഹു പറയാ, സത്യസന്ധമായ റബ്ബിന്റെ വാഗ്ദാനം. അല്ലദീ കാനൂ യുഅദൂൻ, വിശ്വാസികൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്ന സത്യസന്ധമായ വാഗ്ദാനമാണിത്. അല്ലാഹു ആ റബ്ബ് വാഗ്ദാനം ചെയ്യപ്പെട്ടവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊരു മോനെ പറ്റിയും പറയേണ്ട അല്ലാഹ്, അതും കൂടി കേട്ടോളൂ. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ. നേരത്തെ ഒരു മോനെ പറ്റി പറഞ്ഞില്ലേ, 40 വയസ്സായപ്പോ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ച മകനെ പറ്റി. ഈ മകൻ വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലക്കുമാ, മാതാപിതാക്കളോട് ഛേ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ചോദിച്ച മകൻ. അത്തഇദാനനി അൻ ഉഖ്റജ, നിങ്ങൾ വെറുതെ ഞാൻ മരിച്ചിട്ട് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി, എത്രയെത്ര തലമുറകൾ മരിച്ചുപോയി, ആരും തിരിച്ചു വന്നില്ല, ആരും പരലോകത്ത് ജീവിതമുണ്ടെന്ന് പറഞ്ഞില്ല, എന്നിട്ട് ഇപ്പോഴും വെറുതെ എന്നെ പേടിപ്പിക്കുകയാണോ? വഹുമായസ്തഗീസാനില്ല, ആ ഉമ്മയും വാപ്പയും റബ്ബിനോട് സഹായത്തേട്ടം നടത്തുന്നു. വൈലക്ക ആമീൻ, പൊന്നുമോനെ നിനക്ക് നാശം വരാൻ പോകുന്നു, നീ വിശ്വസിക്കൂ, വിശ്വാസിയാവൂ. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയമായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതിറുൽ അവ്വലീൻ. അപ്പ അവൻ പറയണം, ഉമ്മയും ബാപ്പ എന്നോട് പറഞ്ഞില്ലേ, ആയത്തോതി പറഞ്ഞില്ലേ, വെറും കെട്ടുകഥകളാ, അത് വെറും ഊഹാപോഹങ്ങളാ, പുരാണങ്ങളാ, അതൊന്നും ശാസ്ത്രീയ തെളിവില്ല ഉമ്മ. ശാസ്ത്രമല്ലപ്പോ വലുത്. ഖുർആനിൽ പറഞ്ഞ കാര്യത്തിന് ശാസ്ത്രത്തിൽ തെളിവില്ല എന്ന് പറയുന്ന മകളും മകനും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മുസ്ലിം തറവാടുകളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അവർക്ക് ചെറുപ്പത്തിലേ ദീനീ ബോധം നൽകണം. ഔപചാരികമായ മതവിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നല്ലത്. ചിലരൊക്കെ ധരിച്ചേക്കണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവിടെ ഇസ്ലാമിക് സ്റ്റഡീസും ഉണ്ട്. അതോടെ അവന്റെ മദ്രസ പഠനം നിന്നു. മതിയാവൂലട്ടാ, ആ പഠിച്ചോട്ടെ, സ്കൂളിലൊക്കെ സ്റ്റഡീസ് പഠിച്ചോട്ടെ. ശരിക്കും മദ്രസ സിലബസ് അനുസരിച്ച് തന്നെ പഠിച്ചാലേ അടിസ്ഥാന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ
സാധ്യമാവുകയുള്ളൂ എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. സ്കൂളിൽ അതിൻ്റെ ഒരു പീരീഡ് ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്. മദ്രസ പറഞ്ഞേക്കേണ്ട ബുദ്ധിമുട്ടില്ല. നമ്മൾ സ്കൂളിലൊരു PTA മീറ്റിംഗ് വിളിച്ചാൽ അപ്പോൾ ഓടിപ്പോവും. അവിടെ ഇന്ന ഫീസ് അടക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ അടക്കും. മദ്രസയുടെ കാര്യത്തിൽ ആ പ്രശ്നമൊന്നും നമുക്കില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ദീനീ പഠനമൊക്കെ എങ്ങനെയെങ്കിലും ഇങ്ങനെ ആയിക്കോട്ടെ. ഇനി ഏതെങ്കിലും കുട്ടികളെ അറബി കോളേജിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ആരെ നല്ല കുട്ടികള്, അവന് MBBS നല്ല ബുദ്ധിയാ, നല്ല പഠന, പിന്നെ എഞ്ചിനീയർ, വക്കീല്, പിന്നെ മറ്റേ അക്കൗണ്ടൻസി പോലുള്ള കാര്യങ്ങൾ. ഒരുത്തിയിലും സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവൻ അറബി കോളേജിൽ ബുദ്ധി കുറഞ്ഞ ആൾ. മൗലവിയായിട്ട് ബുദ്ധി കുറഞ്ഞ ആള് വന്നാ മതി. എന്താ അപകടം എന്നറിയോ? മൗലവിക്ക് ബുദ്ധി കുറഞ്ഞ, എഞ്ചിനീയർക്ക് ബുദ്ധി കുറഞ്ഞേക്കാൾ അപകടം. എഞ്ചിനീയറുടെ ബുദ്ധി കുറഞ്ഞാൽ ദുനിയാവിലെ നഷ്ടം ഉണ്ടാവുള്ളൂ. ഈ മൗലവി ഉണ്ടല്ല, മൗലവി മുസ്ലിയാരും ബുദ്ധി കുറഞ്ഞ മാർക്കിൽ തുറ്റാനീസായ ആളെ കൊണ്ട് അവിടെ ചേർത്ത് ഒത്തിരി കിട്ടാണ്ടായപ്പോ നല്ല ബുദ്ധിയുള്ള കുട്ടികളെ ചേർത്തണമെന്ന്. നല്ല തൻ്റെ ഇടമുള്ള കുട്ടി നിങ്ങളുടെ നാട്ടിൽ ദീനിന് മാതൃകയേകുന്ന ദീനീ കാര്യങ്ങൾ കുടുംബങ്ങൾക്ക് നിർദ്ദേശം നൽകാവുന്ന കഴിവുറ്റ മക്കൾ ഈ നാട്ടിലും വേണം. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അവരെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജുമുഅ പോലും, നമ്മുടെ ജുമുഅ പോലും മതപഠന മജ്ലിസ് കൂടിയാണെന്ന് നിങ്ങൾക്കറിയാം. വെറുതെ പോകില്ല. ഇവിടെ വന്ന ഒരാള് ഒന്നും കിട്ടാതെ പോകില്ല എന്ന് നിങ്ങളെ അനുഭവത്തിൽ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മുടെ മക്കളെ നിർബന്ധപൂർവം ബലമായി തന്നെ ജുമുഅക്ക് പോലും ഇങ്ങനെ ദീനീ പഠനം കിട്ടുന്ന പള്ളിയിലേക്ക് തന്നെ കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ ആശങ്കയിലാണ്. അവര് വളരുന്ന ലോകത്തെക്കുറിച്ച് ആശങ്കക്ക് പരിഹാരവുമാണ് അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള, പരലോകത്തെ കുറിച്ചുള്ള ബോധം നൽകൽ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. രണ്ട് ലോകത്തും അത് നമുക്ക് രക്ഷയായി തീരും. ഈ വിഷയത്തിൽ നമുക്ക് വന്ന വീഴ്ചകൾ അള്ളാഹു വിട്ട് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.